ഹലോ, എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് റംസാൻ സ്പെഷ്യൽ ഒരു ഈസി ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി ആദ്യം ഏകദേശം 1/2 കിലോ ചിക്കൻ എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുകിട്ട് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് മുറിച്ചിടുന്നുണ്ട്. ഇനിയും ഏകദേശം ഒരു 2 സവാളയാണ് ഞാൻ ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയം കുറച്ച് ഉപ്പൂടെ ചേർത്താൽ സവാള വേഗം വഴന്ന് കിട്ടും. ഉള്ളി ഒന്ന് ചെറുതായി വഴണ്ടതിന് ശേഷം ഒരു 10-12 കൊച്ചുള്ളി 4ആയിട്ട് മുറിച്ചതൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് ഇത് 3ഉം നന്നായി ചതച്ച പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഈ പൊടികൾ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി ചൂട് പിടിപ്പിക്കണം. ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി മസാല എല്ലായിടവും പിടിപ്പിക്കണം. ഇതിനി ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങും പതുക്കെ. ഇവിടെ കാര്യമായിട്ട് വെള്ളം ഇല്ലാത്തത് ഇറങ്ങിയ വെള്ളം മസാലയിൽ പിടിച്ചതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 10-12 മിനിറ്റ് കുക്ക് ചെയ്യണം. ചിക്കൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കറക്റ്റ് വേവുമായിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇത് നമുക്ക് ചോറിനൊപ്പമോ കപ്പയുടെ ഒപ്പമോ നെയ്ച്ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും റംസാൻ ദിന ആശംസകൾ. ഓക്കെ, ബൈ.